ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ സെൻറ്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രൽ പള്ളിയുടെ സിംസ്തേരി ചാപ്പലിലാണ്. നിങ്ങളെ ആ സിംസ്തേരിയും പരിസരവും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. പൊതുനിർദ്ദേശങ്ങളുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിവിശാലമായൊരു സിംസ്തേരിയാണ്. എൻ്റെ മുകൾ വശത്തെ ഒരു സിംസ്തേരിക്കുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്കുള്ള താഴെ ചെയ്യാതെ വന്നാലും ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ ഭിത്തിയിലെ കല്ലറ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പല പള്ളികളിലും ഞാനിത് ആദ്യമായിട്ട് കണ്ടത് ഭരണങ്ങാനം അൽഫോൺസാമ്മയുടെ പള്ളി ചെന്നപ്പോഴാണ് കണ്ടത്. പിന്നെ ഇപ്പോൾ മിക്കവർക്കും ഇങ്ങനത്തെ സംവിധാനങ്ങളായി തുടങ്ങി. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇതാണ് സിംസ്തേരിമുക്ക് ജംഗ്ഷൻ. ഇവിടെ സിംസ്തേരിമുക്കെന്ന് പേര് വരാൻ തന്നെ കാരണം ഇവിടെ ഒത്തിരി സിംസ്തേരികളുണ്ട്. ഇപ്പോൾ കത്തോലിക്കരുടെ, ലത്തീൻകാരുടെ, മാർത്തോമക്കാരുടെ അങ്ങനെ ഒട്ടനവധി സിംസ്തേരികൾ ഈ ഭാഗത്തുള്ളതുകൊണ്ട് ഈ സ്ഥലത്തിന് പേരും വന്നു, സിംസ്തേരിമുക്ക്. വളരെ ഭംഗിയായിട്ട് ഒരേ രീതിയിൽ ഏതാണ്ട് 200ഓളം കല്ലറകൾ ആ 2 ലെയറിൽ തന്നെ ഉണ്ട്. ബാക്കി കുടുംബ കല്ലറകൾ വേറെ. അപ്പോൾ നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചു, അത് കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുന്നു. ആ വിശ്രമത്തിന് ശേഷം നമ്മുടെ നിത്യജീവിതവും ഒക്കെ ഏത് രീതിയിലാണെന്ന് പ്ലാൻ ചെയ്ത് അറിഞ്ഞ് സന്തോഷമായിട്ടും സമാധാനമായിട്ടും മറ്റുള്ളവർക്ക് സഹായമൊക്കെ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കാം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ശാശ്വതമായ ഇടം മിക്കവാറും 10, 20, 50, 60, 80 കൊല്ലം ജീവിച്ച് ഭൂമിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അതിനുശേഷം ഓരോരുത്തരുടെയും ജീവിത നിലവാരമനുസരിച്ച് ഒരു